ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കാഴ്ചയിലും രുചിയിലും പൈനാപ്പിൾ ജാമിന് സമാനമായ മഞ്ഞ തക്കാളികൾ കൊണ്ടുണ്ടാക്കിയ ടൊമാറ്റോ ജാമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ തന്നെ ഉണ്ടായ മഞ്ഞ തക്കാളി ഉപയോഗിച്ച് ചെയ്തതാണിത്. വളരെ ടേസ്റ്റിയാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒറ്റ കാഴ്ചയിൽ പൈനാപ്പിൾ എന്ന് തന്നെ തോന്നിക്കുന്ന ഈ ജാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും സാധിക്കുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഇഷ്ടപ്പെടുകയും ചെയ്യും. ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്തായിരിക്കാം? പൈനാപ്പിളിൻ്റെ സ്മെല്ലില്ല എന്നത് മാത്രം. എന്തായാലും ഞാനിവിടെ ഉണ്ടാക്കിയത് ചൂടപ്പം പോലെ തീർന്നു എന്നത് ഒരു വാസ്തവം. ചെറിയ കുട്ടികളെയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പറ്റിക്കുകയും ചെയ്യാം. ഏകദേശം പൈനാപ്പിളിന് സാദൃശ്യമുള്ളതുകൊണ്ട് അവർ വിശ്വസിക്കുകയും ചെയ്യും. ഈ കാണുന്ന കൊച്ചു ജാം ജാറുകളെല്ലാം നേരത്തെ പുറത്തുനിന്ന് മേടിച്ച ജാമിൻ്റെ എംടി കണ്ടെയ്നേഴ്സാണ്. അതിലാണ് ഞാനിതെല്ലാം സൂക്ഷിച്ചത്. അപ്പോൾ ചെറിയ കുട്ടികളെയൊക്കെ വേഗം പറ്റിക്കുകയും ചെയ്യാം. കടയിൽ നിന്ന് മേടിച്ചതാണെന്ന് വരുത്തുകയും അങ്ങനെ കഴിപ്പിക്കാനും എളുപ്പമാകും. എന്തായാലും ബ്രെഡിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ടൊമാറ്റോ കൊണ്ടുള്ള ജാം. മഞ്ഞത്തക്കാളി തന്നെ വേണമെന്നൊന്നുമില്ല. ചുവന്ന തക്കാളിയും കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ മഞ്ഞത്തക്കാളി കൊണ്ട് ഉണ്ടാക്കിയെടുത്തപ്പോൾ കാഴ്ചയിലും രുചിയിലും ഒരു വ്യത്യസ്തമായിരുന്നു എന്നത് മാത്രം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് മഞ്ഞത്തക്കാളികളാണ് അധികവും. കുറച്ച് അവിടെ ഇവിടെയുമായിട്ട് കാണുന്നത് ചുവപ്പ് തക്കാളികളാണ്. ഇതിൻ്റെ ഞെട്ടുകളെല്ലാം അടർത്തിയെടുത്തതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി ഒന്ന് ഡ്രൈ ആകാൻ വച്ചതിന് ശേഷം കുക്കറിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും കടായി അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രങ്ങളിൽ നമുക്കിത് ചൂടാക്കി കുറച്ച് വെള്ളം, അധികമാകേണ്ട ആവശ്യമില്ല. അധികമായാലും ജാം കൺസിസ്റ്റൻസി ചിലപ്പം കുറച്ച് കൂടിപ്പോകും. അപ്പോൾ അതിനാവശ്യത്തിനുള്ള അളവിനുള്ള കുറച്ച് വെള്ളം മാത്രം എടുത്താൽ മതിയാവും. ഇങ്ങനെ വെള്ളം ചേർത്ത് വേവിക്കുമ്പോൾ നമുക്ക് രണ്ട് ഗുണമാണുള്ളത്. ഒന്ന്, തക്കാളിയുടെ സ്കിന്ന് നമുക്ക് പെട്ടെന്ന് പറിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അടിയിൽ പിടിക്കാതെ തക്കാളി നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും. വേവിക്കുവാനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം എടുക്കാം, അല്ലെങ്കിൽ അത് കളയാം. ടൊമാറ്റോസ് എല്ലാം വെന്ത് തണുത്തു വന്നതിന് ശേഷം തൊലിയെല്ലാം ഒന്ന് മാറ്റി മിക്സിയിലിട്ട് അരിച്ചെടുക്കാം. ജാം ഉണ്ടാക്കുമ്പോൾ സാധാരണ സോസിനെയൊക്കെ അപേക്ഷിച്ച് കട്ടി കൂടുതലായതുകൊണ്ട് ഈ വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ഞാനിവിടെ വെള്ളം എടുക്കാറില്ല, അല്ലാതെ തന്നെ കുറുക്കിയെടുക്കുകയാണ് ചെയ്യാറുള്ളത്. മിക്സിയിലിട്ട് ഇതുപോലെ ജ്യൂസ് അല്ലെങ്കിൽ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുമ്പോൾ അതിൽ ധാരാളം സീഡുകളുണ്ടാവും. അതെല്ലാം നന്നായിട്ട് നമ്മൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് സ്റ്റെയിനറിൽ കൂടെ എടുത്തെങ്കിൽ മാത്രമേ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. കുറച്ച് സമയമെടുക്കും, എന്നാലും നമുക്ക് സമയമെടുത്ത് ചെയ്യാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ വേഗത്തിലായി കിട്ടും. എല്ലാം കൂടി ഒരുമിച്ച് അരിച്ചെടുക്കാതെ കുറച്ച് കുറച്ചായിട്ട് എടുക്കുകയാണെങ്കിൽ അതും എളുപ്പമാവും. ഇത് വേറൊരു തവണ ഉണ്ടാക്കിയതാണ്. ഇതിൽ ഞാൻ അല്പം ചുവന്ന തക്കാളി കൂടി ചേർത്തിട്ടുണ്ട്. എങ്കിലും മഞ്ഞ കളർ തന്നെയാണ് കൂടുതലുള്ളതും. അരിച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ജ്യൂസിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ജാമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതുകൊണ്ട് ധാരാളം പഞ്ചസാര ആവശ്യമുണ്ട്. ടൊമാറ്റോസിൻ്റെ പുളി അനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മഞ്ഞത്തക്കാളിക്ക് പൊതുവെ പുളി കുറവാണ്, അതുകൊണ്ട് അധികം പഞ്ചസാരയുടെ ആവശ്യം വരുന്നില്ല. എങ്കിലും ഞാൻ 2-3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വിനെഗറാണ്. വിനെഗർ പെട്ടെന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വിനെഗറിൻ്റെ ആവശ്യമില്ല. കൂടുതൽ കാലത്തേക്ക് വെക്കുകയാണെങ്കിൽ, സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ വിനെഗർ ചേർത്ത് കൊടുത്താൽ മതിയാവും. അല്ലെങ്കിൽ
ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ സൂക്ഷിച്ചാൽ മതി. ഞാൻ കൂടുതൽ കാലത്തേക്കുള്ളതൊക്കെ ഫ്രീസറിലാണ് സാധാരണ സൂക്ഷിക്കാറുള്ളത്. എങ്കിലും കുറച്ച് വിനെഗർ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. വിനെഗർ ചേർത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നീട് ആവശ്യമുള്ളത് ഉപ്പാണ്. ഉപ്പ് ഒരു തരി അത്രയും മതിയാവും. ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നീട് എല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി ജാം പരുവത്തിലാക്കി കുറുകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിയിലൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ടാവും. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കുന്നതാണ് നല്ലത്. ജാം കുറുകി നന്നായിട്ട് വന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് ജാറിലേക്ക് മാറ്റാം. ഇത് മഞ്ഞത്തക്കാളികൾ തന്നെ ഉപയോഗിച്ച് ചെയ്തതാണ്. ഇതിൻ്റെ കളറിലുള്ള വ്യത്യാസം നോക്കിയാൽ മനസ്സിലാകും. ആദ്യത്തേതുപോലെയല്ല, നല്ല കളറുണ്ട്, മഞ്ഞ കളർ തന്നെയാണിത്. ഏകദേശം പൈനാപ്പിളിൻ്റെ കളറിനോട് സാദൃശ്യമുള്ള ഒരു ജാമാണ് ഇത്തവണ ഉണ്ടാക്കിയിരിക്കുന്നത്. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ, പക്ഷെ നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കുമ്പോൾ അത് ജാറിലേക്ക് മാറ്റാം. ഇങ്ങനെ തയ്യാറാക്കുന്ന ജാം പുറത്ത് സൂക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പുറത്തിരുന്നാൽ ഇത് പെട്ടെന്ന് പൂപ്പലൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ഒക്കെ ആയിട്ട് സൂക്ഷിക്കുന്നതാണ് നല്ലത്. ഇതുപോലെ ചെറിയ ജാറുകളിലൊക്കെ ആയിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം പുറത്തെടുത്ത് വെച്ച് അങ്ങനെ ഉപയോഗിക്കാം. പഞ്ചസാര നമ്മൾ ചേർക്കുന്നതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ക്രമീകരിച്ച് ജാം ഉണ്ടാക്കാം. അങ്ങനെ നമ്മുടെ യെല്ലോ ടൊമാറ്റോ ജാം ഇവിടെ റെഡിയായിരിക്കുകയാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. സാധിക്കുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. യെല്ലോ ടൊമാറ്റോസ് ഒന്നും കിട്ടിയില്ലെങ്കിലും നമ്മുടെ സാധാരണ ടൊമാറ്റോസ് ഉപയോഗിച്ച് നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. യാതൊരു പ്രിസർവേറ്റീവും ചേർക്കാതെ കുട്ടികൾക്കെല്ലാം നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ജാമാണ് ടൊമാറ്റോ ജാം. അങ്ങനെ ബ്രെഡിനൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ജാമാണിത്. ടൊമാറ്റോസിന് കൂടുതൽ വെറൈറ്റീസ് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഒരുപാട് ഐറ്റംസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടുന്ന് വിളവെടുത്ത ടൊമാറ്റോസ് ഉപയോഗിച്ച്. അങ്ങനെ നമുക്ക് മറ്റ് വീഡിയോയിൽ വീണ്ടും കാണും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടേക്ക് കെയർ.